ജൂൺ 4 കഴിഞ്ഞാൽ ആരധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്? ആര് പ്രധാനമന്ത്രിയാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങൾ ആര് പ്രധാനമന്ത്രിയാവും? എന്തായാലും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പിണറായി വിജയനും ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ആരാവുമെന്നാണ് നിങ്ങൾ പറയുന്നത്? രാഹുൽ ഗാന്ധിയോ? അങ്ങനെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് പിന്നെ നിങ്ങൾ എന്തിനാ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ചത്? ഇതിപ്പോ വലിയ രസകരമായ കാര്യമാണല്ലോ. വാണിരാജ പറഞ്ഞത്, നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യൂ, എന്നെ ജയിപ്പിക്കൂ, എന്നിട്ട് രാഹുൽ ഗാന്ധി ഞാൻ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഒരു ട്രോള് പോലെയാണല്ലോ ഇപ്പൊ താങ്കൾ സംസാരിക്കുന്നത്. ആരധികാരത്തിൽ വരും? ആര് പ്രധാനമന്ത്രിയാവുന്ന? എന്റെ പൊന്നു ചങ്ങാതി, തലയ്ക്ക് സ്ഥിരതയുള്ള ഏതെങ്കിലും ഒരാൾ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു കാര്യമാണ്, ജൂൺ 4 കിഴക്ക് സൂര്യനാണ് ഉദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല, ആർക്കുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ 1 മണിക്കൂർ നേരം ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാമെന്നുള്ളതാണെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ 2-3 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പ്രധാനമന്ത്രിയുമായിട്ട് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയപ്പം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പ്രേമചന്ദ്രൻ ഒരു ചായ കുടിക്കാൻ പ്രേമചന്ദ്രനെ ഞങ്ങൾ വിളിച്ചു, പ്രധാനമന്ത്രി വിളിച്ചു, അദ്ദേഹം ഒപ്പം വരുന്ന് സംസാരിച്ചു. പ്രേമചന്ദ്രനെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് നല്ല അഭിപ്രായമാണ്. പ്രേമചന്ദ്രൻ പാർലമെന്റിൽ നന്നായി ഇടപെടുന്നു, നല്ല രീതിയിലുള്ള ഡിബേറ്റ് നടത്തുന്നു, വളരെ നല്ല രീതിയിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പല ബില്ലുകളിനെ കുറിച്ചും സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഗുഡ് ബുക്കിലുള്ള ഒരാളാണ് പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രനെ ഇനി ഒന്നുമല്ല, ഒരു MP ചായ കുടിക്കാൻ വിളിച്ച് ക്യാൻറ്റീനിൽ പോയപ്പോൾ നിങ്ങൾ സംസാരിച്ച് ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിച്ചത്? നിങ്ങൾ കൊല്ലത്ത്, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ കൊല്ലത്ത് ഞാൻ കൊല്ലത്തായിരുന്നു, കൊല്ലത്ത് നിങ്ങളുടെ പ്രചരണത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തും പറയാം, ബാക്കി ആളുകൾക്ക് പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ബാക്കി ആളുകൾക്ക് ചെയ്യാൻ പാടില്ല. ഞാനൊരു കാര്യം തുറന്നു പറയാം. ശോഭാ സുരേന്ദ്രൻ ഇത് വെറുതെ പറഞ്ഞതല്ല. ശോഭാ സുരേന്ദ്രൻ ഇത് പറഞ്ഞത് ഈ ജയരാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഞാനത് വളരെ വ്യക്തമായിട്ടൊക്കെ പറയാൻ ആഗ്രഹിക്കാം. ശോഭാ സുരേന്ദ്രൻ ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്ന കാര്യം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭ പറഞ്ഞത് ജയരാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരാഴ്ച മുമ്പ് ഒരു CPM-ലെ കണ്ണൂരിലെ അത്യുന്നതനായിട്ടുള്ള ഒരു നേതാവുമായിട്ട് സംഭാഷണം നടന്നു. ശോഭ പേര് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭ പേര് പറഞ്ഞപ്പോ അന്ന് വൈകുന്നേരം K. സുധാകരന്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഇദ്ദേഹം അദ്ദേഹത്തെ കയർക്കുകയാണ് ചെയ്തത്, ശരിയല്ല എന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ അതേസമയത്ത് പിറ്റേ ദിവസം രാവിലെ, തെരഞ്ഞെടുപ്പിന്റെ രാവിലെ, നേരത്തെ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ VS അച്യുതാനന്ദൻ എന്താണോ പിണറായി വിജയന്റെ എതിരായിട്ടുള്ള രോഷം തീർക്കാൻ വേണ്ടി ചെയ്തത്, അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ ഒരു സമ്മതം നടത്തുകയാണ്. ഇടതുമുന്നണിയുടെ ഒരു വലിയ തരംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതങ്ങ് സമ്മതിക്കുകയാണ്. പിണറായി വിജയന്റെ നെഞ്ചത്ത് കത്തിയെടുത്ത് അരിവാള് കൊണ്ട് കുത്തുവെച്ചത്. അപ്പൊ വാസ്തവത്തിൽ വളരെ കൃത്യമാണ്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പ്രബലരായിട്ടുള്ള പല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും BJP-യുമായിട്ട് പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ഒരു ഉന്നതനായ നേതാവുമായി സംസാരിച്ചത് ഞാനാണ്. പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ സത്യസന്ധനായ ഒരു നേതാവ്, അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ആരും പേരൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കത് താല്പര്യമില്ല. കേരളത്തിലെ പ്രബലരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും BJP-യുമായി സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, BJP-യിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന്നലെ ത്രിപുരയിൽ നടന്നു, അതിന്നലെ ബംഗാളിൽ നടന്നുവെങ്കിൽ അത് നാളെ നടക്കാൻ പോകുന്നത് കേരളത്തിലാണ്. അതിന് 2-3 കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആശയമുണ്ടായിരുന്നു.
നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നിരുന്ന പ്രസ്ഥാനമായിരുന്നു. നേതാക്കന്മാരെക്കാൾ വലുതായിരുന്നു അതിന് ആശയം. നേതാക്കന്മാർ ക്വാളിറ്റി ഇമ്മറ്റീരിയൽ, പക്ഷേ ആശയത്തിന്റെ പ്രസക്തി വളരെ വലുതായിരുന്നു. ആശയം പ്രാക്ടിക്കലായിട്ട് ശരിയോ തെറ്റോ, അതൊരു ഉട്ടോപ്യനാണോ, അത് വേറെ വിഷയം. പക്ഷേ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ചൊരു ആശയം മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയം അല്ലെങ്കിൽ കമ്മ്യൂണിസം ലോകം മുഴുവനും പരാജയപ്പെട്ടു. ലോകത്ത് പരാജയപ്പെട്ടപ്പോഴും ലോകത്ത് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കേരളത്തിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കുറച്ചുകൂടെ നിലനിന്നു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ മാറിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അടിയുറച്ചു നിന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്കിന്ന് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് ആശയമൊന്നുമല്ല ഇവിടെ നടപ്പാക്കുന്നത്, പാവപ്പെട്ടവന്റെ പാർട്ടിയുമല്ല, ഇത് മാസപ്പടി പാർട്ടിയാണ്, ഇത് പിണറായി വിജയന്റെ കമ്മ്യൂണിസമാണ്.